ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു സന്യാസി കൂടി അറസ്റ്റിലായി. ശ്യാംദാസ് പ്രഭു എന്ന പുരോഹിതനാണ് അറസ്റ്റിലായത്. ചാറ്റോഗ്രാമിൽ നിന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇസ്കോൺ കൊൽക്കത്ത വക്താവ് രാധാരാമൻ ദാസാണ് വിവരം പുറത്തുവിട്ടത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വീണ, ശ്യാംദാസ് പ്രഭു എന്ന ഒരു സന്യാസിയെ കൂടി ഇപ്പോൾ ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ശ്യാംദാസ് പ്രഭു എന്ന മറ്റൊരു സന്യാസിയെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നത്. നേരത്തെ അറസ്റ്റിലായ കൃഷ്ണദാസ് പ്രഭുവിനെ കാണുന്നതിനായി ജയിലിലെത്തുന്ന ഘട്ടത്തിലാണ് ശ്യാംദാസ് പ്രഭുവിന്റെ അറസ്റ്റ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ബംഗ്ലാദേശിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിന് പുറത്ത് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും നടക്കുന്നതിനിടയിലാണ് രണ്ടാമത് മറ്റൊരു സന്യാസിയെ കൂടി, അതും ഇസ്കോണിന്റെ സന്യാസിയെ തന്നെ അറസ്റ്റ് ചെയ്തത് എന്നത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ഒപ്പം നേരത്തെ അറസ്റ്റിലായ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ ഉടൻ തന്നെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശ്യാംദാസ് പ്രഭു എന്ന ഇസ്കോണിന്റെ തന്നെ മറ്റൊരു പ്രമുഖ സന്യാസിയെ അറസ്റ്റ് ചെയ്തതായ വിവരങ്ങൾ ലഭിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം.